നമസ്കാരം. ഓം നമഃശിവായ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുഫലം, സമ്പൂർണ്ണ വിഷുഫലം 27 നാളിനും ഫലങ്ങൾ നോക്കാം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരിലും എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് നോക്കാവുന്നതാണ്. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാറ്റങ്ങളാണ് കാണുന്നത്. പലപ്പോഴും ചൊവ്വയുടെ മാറ്റങ്ങൾ ജീവിതത്തിൽ സന്തോഷം നൽകുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചൊവ്വ വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ശുഭഫലങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും. ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്ന ഒരു സമയമാണ്. ബിസിനസ് നേട്ടങ്ങൾ അനുകൂല സമയമാണ്. കണ്ടകശനി ദിനങ്ങളിൽ പ്രതിസന്ധികൾ വർദ്ധിക്കും. കർമ്മഗ്രഹത്ത് ചെറിയ തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. മിഥുനക്കൂറ് മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ അനുകൂല സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ അല്പം ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ശ്രദ്ധിച്ചിട്ട് വേണം, അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. കർക്കിടകക്കൂറ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. സന്തോഷകരമായ പല നേട്ടങ്ങളും കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. വിഷുവിന് മുൻപായി പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടായിരുന്നത് അതിനെല്ലാം പ്രതിരോധിക്കാൻ കഴിയും. അപകടകരമായ പല സാഹചര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ജോലിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലുണ്ടാകും. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറിൽ വരുന്ന രാശിക്കാർക്ക് സൂര്യൻ്റെ രാശിമാറ്റം പലപ്പോഴും ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതാണ്. പ്രശ്നങ്ങളിൽ നിന്നും ജീവിതത്തിൻ്റെ രീതികളിൽ നിന്നും മാറ്റി നിർത്തുവാൻ സാധിക്കുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. കന്നിക്കൂറ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറുകാരിൽ വരുന്ന നക്ഷത്ര മാറ്റം, ബുധൻ്റെ മാറ്റം അനുകൂലമായ പല നേട്ടങ്ങളും നൽകുന്നു. സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ്. എപ്പോഴും ആനുകൂല്യങ്ങൾ പല കോണിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മികച്ച സമയമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും തടസ്സങ്ങൾ ഉണ്ടാവും. പ്രാർത്ഥന വേണം. സാമ്പത്തികം ശക്തമായിരിക്കും. വിഷുവിന് മുന്നേ തന്നെ ഇവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. തുലാക്കൂറ് ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം പല വിധത്തിലുള്ള നേട്ടങ്ങൾ നൽകുന്നതാണ്. വിഷുവിനോടനുബന്ധിച്ച് പല വിധത്തിലുള്ള മാറ്റങ്ങളും ജീവിതത്തിലുണ്ടാകുന്നു. വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. പ്രണയിക്കുന്നവർക്കും വളരെ സാധ്യത കൂടുതലാണ്. വിവാഹത്തിനായിട്ടുണ്ടാവുന്ന വിദേശ ജോലിക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പഠനകാര്യങ്ങളിൽ മികച്ച സമയമാണ്. കഠിന അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്നതുമാണ്. വൃശ്ചികക്കൂറ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വൃശ്ചികക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും ചൊവ്വയാണ് ഇവരുടെ അധിപൻ. ഇത് എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും ധൈര്യത്തോടെ നേരിടുന്നു. പല കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നതിനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ വേണം. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് ഈ സമയം. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ വിജയം ഉണ്ടാവും. കഠിന അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്നതുമാണ്. സന്താന സൗഭാഗ്യം ഉണ്ടാവും. സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടതായിരിക്കും. മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം ചെറിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവാം. കുടുംബത്തിൽ എല്ലാ തരത്തിലും പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ടെങ്കിലും അതിനെയെല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്.
അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും. ആരോഗ്യം നിസ്സാരമാക്കരുത്, ശ്രദ്ധിക്കണം. സന്തോഷകരമായ പല മാറ്റങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുംഭക്കൂറ് അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. സന്തോഷകരമായ മാറ്റങ്ങളുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സന്തോഷവും ഉണ്ടാകുന്നതാണ്. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ശ്രദ്ധിക്കണം. അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. മീനക്കൂറ് പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. വ്യാഴത്തിൻ്റെ ഗ്രഹഭാവത്തിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. വിഷുവിന് മുൻപ് തന്നെ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക നേട്ടം പോലെ തന്നെ നഷ്ടവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പണമിടപാടുകൾ, അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക. അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രാർത്ഥനകൾ വേണം.